എല്ലാവർക്കും നല്ല നമസ്കാരം. നല്ല നമസ്കാരം എന്ന് പറയാൻ മുരിങ്ങൂരിലെ ജനതയ്ക്ക് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഒരു നാടിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ സംഭവമാണ് റോഡുകൾ. തീർച്ചയായിട്ടും മേലൂർ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന NH ദേശീയപാത ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് മുരിങ്ങൂർ പ്രദേശം. മേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വികസനോന്മുഖമായിട്ടുള്ളൊരു പ്രദേശമാണ് മുരിങ്ങൂർ. കടകളുണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്, കമ്പനികളുണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രമുണ്ട്. അങ്ങനെ ഒട്ടനവധി സംഗതികൾ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് മുരിങ്ങൂരത്തെ വ്യാപാരികളുടെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. ഇവിടുത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അപാകതകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വ്യാപാരികൾ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഈ സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തത് മൂലം കച്ചവടക്കാരുടെ സ്ഥിതി വളരെ ശോചനീയമായി പോകുന്നു. ഈ കാര്യങ്ങളിലേക്കാണ് JFIs ഇന്ന് കടന്നു ചെല്ലുന്നത്. മുരിങ്ങൂരിലെ കച്ചവടക്കാർ എന്താണ് അവർക്ക് പറയാനുള്ളത്? ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഈ ദേശീയപാതയുടെ ഈ ഓരത്തുകൂടി ഈ കച്ചവടക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഇതാണ് കോട്ടമുറി ഭാഗത്ത് അങ്കമാലിയും ചാലക്കുടിയിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാവുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം. ഈ നിർമ്മാണ പ്രവർത്തനം നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡിലൊരു കാന നിർമ്മാണമാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. ഈ കാന എങ്ങോട്ട് പോകണു, ഇതിലെ വെള്ളം എവിടേക്ക് പോകണു? ഇത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ സൈറ്റ് വിസിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചിരി മാത്രമാണ് ഉണ്ടായത്. എന്തായിരുന്നാലും ആൾ ചിരിച്ചോട്ടെ, ഈ കാന എവിടെ ചെല്ലണമെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. അത് മാത്രമല്ല, ഇതിൻ്റെ സൈഡിൽ കുറച്ച് കടകളുണ്ട്. ഈ കടകളൊക്കെ അടഞ്ഞു കിടക്കണം. ആ കടക്കാരുടെ വിഷമങ്ങളും ആ വീട്ടുകാർക്ക് എന്താ പറയാനുള്ളതെന്ന് അതും ചോദിച്ചറിയാം. ഈ പാലക്കാട് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സീൽ വയ്ക്കുക, ഒപ്പിടുക, പേപ്പർ അയക്കുക, പരിപാടി തുടങ്ങുക. രാത്രി ആരും കാണാണ്ട് വന്ന് കൊത്തി മാന്തി പൊളിച്ച് റോഡ് പണി ആരംഭിക്കുക. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും ഇവിടുത്തെ കച്ചവടക്കാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാനോ ശ്രദ്ധിക്കാനോ നേരമില്ലാത്ത രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ കടത്തിന്മേൽ കടവും രോഗവും ഇതൊക്കെയായിട്ട് ഈ കടക്കാരും കച്ചവടക്കാരും അവരുടെ ജീവിതം കൂടുതൽ നാശോന്മുഖമായി പോകുന്നു. ഇതാണ് മുരിങ്ങൂരിലെ ഒരു നിർമ്മാണ പ്രവർത്തനം NHI നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ കടക്കാരുടെ അടുത്തേക്കും ഈ റോട്ടിലൂടെ ഒന്ന് പോയി നോക്കാം. NHI ഉണ്ടാക്കിയിട്ടുള്ള ഈ കാനയാണ്. ഇത് നമ്മുടെ കോട്ടമുറി ഭാഗത്ത് നമ്മുടെ ആ മാസ്റ്റർ പ്രിന്റ് പ്രസ്സൊക്കെ ഇല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു കാനയുടെ എൻഡിങ് വന്നിട്ടുണ്ട്. ഒരു കാന പണിത് കാനയുടെ എൻഡിങ് വന്നിട്ടുണ്ട്. ഈ കാനയുടെ എൻഡിങ് എവിടേക്കാണ് പോണത്? ഞാനൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്ട, എൻ്റെ പിറകിലൊരു വീട് ഉണ്ട്, റോസ് കളറിലെ വീട് കണ്ട. ആ വീടിൻ്റെ നേരെ മുന്നിൽ കൊണ്ടുപോയിട്ടാണ് ഈ കാനയുടെ എൻഡിങ് കൊണ്ട് വെച്ചേക്കുന്നത്. അതായത് ഒരു മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാനയെന്നുള്ള വെള്ളം മുഴുവനും വന്ന് ചാടുന്നത് ഈ വീടിൻ്റെ മുന്നിലേക്കാണ്. ഇത് കഴിഞ്ഞ മഴക്കാലത്ത് കണ്ടാണ്. യാതൊരുവിധ ചിന്തയില്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ആ ടൈം പീരീഡിനുള്ളിൽ പണി തീർത്ത് പോവുക, ആളുകളെ മുഴുവൻ കഷ്ടപ്പെടുത്തുക. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കണ കാനയുടെ പരിപാടി. അതായത് നിലവിൽ പണിത് വെച്ചേക്കുന്ന കാന വീണ്ടും ഒരു മാസത്തിനുള്ളിൽ പണിത് വെച്ചേക്കണ കാന വീണ്ടും പൊളിക്കാൻ പോകണമെന്ന് നിങ്ങൾ കേട്ടതല്ലേ? അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ജനങ്ങൾ രോഷാകുലരാക്കുന്നത്. ഇതൊക്കെയാണ് മേലൂരത്തെ ജനപ്രതിനിധികൾ രോഷാകുലരാക്കുന്നത്. ഇവരിതുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഇനി സർവീസ് റോഡ് നിങ്ങൾ നോക്കിയേക്കാൻ. ഈ സർവീസ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങണ്ട ഇവിടെ സ്ഥലമുണ്ട്. ഈ സർവീസ് റോഡിന് ഇവിടെ സ്ഥലമുണ്ടെന്ന്. അതായത് നമ്മൾ അങ്കമാലിയിൽ നിന്ന് വരാണെങ്കിൽ ചാലക്കുടിക്ക് വരാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഈ വശം ഇങ്ങനെ സ്ഥലം എടുത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ സർവീസ് റോഡ് പണിത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ തുടങ്ങാം. പക്ഷെ ചെയ്യില്ല. ഇവർക്കുള്ള ടൈം പീരീഡിനുള്ളിൽ എങ്ങനെയെങ്കിലും പണി വേഗം തീർക്കുക, പരിപാടി അവസാനിപ്പിക്കുക. മുഴുവൻ ചെയ്തു വെച്ചേക്കണ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലേ തീർത്തും അബദ്ധ പരിപാടി. ഇപ്പം ഞാൻ ഈ ഒരു സംഭവമാണ് കാണിച്ചത്. ഈ കാന ഇവിടെ പണിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എൻ്റെ എവിടേക്കാണ് പോണേ ആവോ? ഒരു വീടിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി തള്ളി വയ്ക്കുക. എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന രണ്ട് ചേട്ടന്മാർ, ഇത് ഹരിച്ചേട്ടൻ, ഇത് ബൈചേട്ടൻ. ഈ ബൈചേട്ടനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ കട ഇട്ട് കൊടുത്തത്. ഒരു കട, ഒരു ഹോട്ടൽ. അതുകൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഈ NHIയുടെ ഈ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം കൊണ്ട് ഈ കട അടച്ചു പൂട്ടി പരിപാടി അവസാനിച്ചു. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അവർ തന്നെ പറയും. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഈ കടയിലേക്കുള്ള വരുന്ന റോഡിൻ്റെ വരവും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്രമാത്രം പിടിപ്പ് കേടുകൊണ്ട് ചെയ്തു വെച്ചാൽ സമയം. കാരണം ഇവരൊക്കെ എവിടെ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്? പാലക്കാടും അവിടെ ഇവിടെ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ? ഇവർക്ക് എന്താ പറയുക ഇവിടുത്തെ ആളുകളുടെ ജീവിതം? ഇപ്പോൾ ഇവരെ കൊണ്ട് ഒരു ആശുപത്രി കേസ് ഇവിടെ വന്നു. ഈ പറയുന്ന ചേട്ടന് അസുഖമായിട്ടിരിക്കുന്ന ആളെ ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോകണമെങ്കിലേ ഒരു 10-60 മീറ്റർ പൊക്കി പിടിച്ചുകൊണ്ട് വേണം പോകാൻ. അത്രമാത്രം ഒരു കുഴിയിലേക്ക് ഇറങ്ങണ പോലെയാണ് ഇവരുടെ കടയുടെ മുന്നിൽ താഴ്ത്തി വെച്ചേക്കണത്. ഇതൊക്കെ എന്ത് അല്ലേ? നമുക്ക് ഈ ചേട്ടന്മാരോട് ചോദിച്ചറിയാം എങ്ങനെ ഈ കട പൂട്ടിയെന്നുള്ളത്. 4 മാസത്തിൽ കൂടുതൽ 5 മാസത്തോളമായി ഞങ്ങളിപ്പോൾ ഈ കട അടച്ചിട്ടിരിക്കുന്നത്. ഇത് അനിയന് വേണ്ടി ചെയ്തതാണ് ഈ കട.
അപ്പോൾ ആൾക്ക് ചെറിയ പ്രഷർ വന്ന് അതിൻ്റെ തലയുടെ ഞരമ്പ് പൊട്ടിയിട്ട് പുള്ളിക്ക് മെക്കാനിക്കായിരുന്നു. ആൾക്കത് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഒരു കട ഇട്ടതാണ് ഇവിടെ. ഈ കട ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം നമ്മൾ കട നടത്തിയതിന് ശേഷം അവർ വന്നു ആദ്യം കാന ഈ ഡ്രൈനേജിനുള്ളൊരു കാനയ്ക്ക് കുഴി ഉണ്ടാക്കി 3 ദിവസം മതിയെന്ന് പണ്ട് ഡ്രൈനേജ് കുഴി എടുത്താണ്. ഇതിപ്പോൾ 4 മാസം 5 മാസമായി നമ്മളിപ്പോൾ ഈ കട എടുത്തിട്ടിട്ട്. അപ്പോൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു വരുമാനം ഇല്ല. ഇപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിട്ടും അടുത്തത് തൊട്ടപ്പുറത്ത് ഒരു സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് ഉണ്ടാക്കണം. ഈ റോഡ് ഇതുവരെയായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനപ്പോൾ അത് 3 മാസം കഴിഞ്ഞു ആ സാധനം അങ്ങനെ കുഴിച്ചിട്ടിട്ട്. ഇപ്പോൾ അത് സാറും നോക്കിയത് തുടങ്ങി ഇതേമാതിരി കുഴി ഒരു 2-3 അടി താഴെയാണ് കിടക്കണേ. ഇതിലൊന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ ഇതിലേ പോകുന്ന പള്ളിയിലേക്ക് രാവിലെ പോകാനോ ഒന്നിനും ആ റോഡ് സൈഡിൽ കൂടെ തന്നെ പോകണം എന്നാണ് ആ വണ്ടി ഇരിക്കുന്നത്. ഓരോരോ പ്രശ്നങ്ങളും ഇപ്പൊ ഇല്ല സാറേ. ഇത് അടച്ചിട്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റ്. ഒരാളും വരില്ല. ഈ സൈഡിൽ ഒരു വണ്ടി നിർത്താനായിട്ട് സ്ഥലമില്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇറങ്ങി ഗതാഗത സൗകര്യം പോകണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകേണ്ടി വരും. ഇവിടുന്ന് ഒരു 50 മീറ്റർ 60 മീറ്റർ എടുത്തു കൊണ്ടുപോകണം ആളെ. ആ രീതിയിലാണ് നിൽക്കണം. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യണേ? 3 വർഷത്തോളമായിട്ട് തല അങ്ങനെ വെയിനൊന്നും കട്ടായി. അപ്പോൾ അത് കാരണം വർഷത്തിൻ്റെ പണിയായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റണമല്ലോ. ആ ഓർമ്മ ശരിക്കാണ്ട് കറക്റ്റ് ആവണുള്ളൂ. അപ്പോൾ അത് കാരണം തൽക്കാലം ഇങ്ങനൊരു കട ചെയ്താ. അപ്പോൾ അതിപ്പോൾ ഈ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാനയുടെ പ്രശ്നം പറഞ്ഞാൽ ഒരു 3 ദിവസത്തിനുള്ളിൽ പണി തീർത്ത് തരാമെന്ന് പറഞ്ഞ് കട പൊളിച്ച് മാറ്റുക ചെയ്തത്. ഞങ്ങൾ മാറ്റി കൊടുക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 മാസം കഴിഞ്ഞു, 6 മാസമായി. എന്നിട്ടും യാതൊരു ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണാനില്ല. ഇപ്പോൾ വേറെ പുറത്ത് പണികൾക്കൊന്നും പോകാൻ പറ്റുന്ന കണ്ടീഷനല്ല. കാരണം കണ്ണിനും കൂടി ബാധിച്ചു അത് ആ വെയിൻ കട്ടായിട്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇവിടെ വൈഫിന് ചെറുതായിട്ടൊരു ജോലി തൊട്ടടുത്ത് പോകുന്നുണ്ട്, ചെറിയൊരു കടയിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഇതിൽ പോകണു. പിന്നെ പിള്ളേരാണെങ്കിൽ പഠിക്കാനുള്ള ഇതിലാണ്. അത് ലോണും കാര്യങ്ങളായിട്ട് അതും വേറെ ജനറൽ ലോണൊക്കെ ഉള്ളതാണ്. അതും അടച്ച് എത്തിക്കാൻ പറ്റണല്ലോ ആ കണ്ടീഷനായിപ്പോൾ. ഇത് മറ്റൊരു ചേട്ടനാണ്, പുഷ്പാകരൻ എന്ന് പറയുന്ന പുഷ്പാകരൻ ചേട്ടനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഭാര്യയ്ക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. ഈ ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഈ ബിൽഡിങ്ങുകൾ ഇവിടെ പണിതത്. ഈ കടകളൊക്കെ തന്നെ ആളുകൾ എടുത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ കോത്താഴത്തിലെ ഈ നിർമ്മാണ പ്രവർത്തനം വന്നത്. ഒരാളുടെയും ആവശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ ഒരു പരിഗണനയും കൊടുക്കാതെയാണ് ഇതുപോലെ തോന്നിയ മാതിരിയുള്ള നിർമ്മാണങ്ങൾ ആരംഭിച്ചത്. ആ നിർമ്മാണം തുടങ്ങി ഈ കടക്കാരെല്ലാം ഒഴിഞ്ഞു പോയി. കാരണം ഇവിടേക്ക് ആർക്കും വരാൻ പറ്റില്ല. 3-4 മാസമായി ഇങ്ങനെ തുറന്നു കിടക്കുന്നത്. ആകെ വിഷമത്തിലാണ്. കുടുംബം ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥ. രോഗങ്ങൾ, കടങ്ങൾ, ഇതെങ്ങനെയാണ് ജീവിക്കുക? ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയോ? അവർ ഈ വന്ന് ഈ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് പോകുന്നല്ലാണ്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ മുന്നിൽ നിൽക്കണേ, കടകളൊക്കെ അടഞ്ഞടക്കണേ, കട എടുത്ത ആളുകളൊക്കെ ഒഴിഞ്ഞു പോയി. കച്ചവടം ഇല്ലാണ്ട് പിന്നെ അവർ നടത്തോ? പേര് പുഷ്പാകരൻ ചെമ്പളശ്ശേരി. ഞാൻ ഭാര്യ വന്നു. ഞങ്ങളുടെ ഇവിടെ കട ഞാൻ ഭാര്യ കൂടി നടത്തുന്ന ചായക്കടയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് 4 മുറികൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ടയർ കട, കല്ല് കട, സ്റ്റിക്കർ കട, ഇപ്പുറത്ത് വാൽക്കട, ഇപ്പുറത്തൊരു വേറെ കടയായിരുന്നു. അപ്പോൾ ഈ റോഡ് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത്രയും കടകൾ ഒരുമിച്ച് വെക്കേണ്ടതാണ്. സാറോട് കാര്യം ചെയ്യും, അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇവിടെ തുറക്കാം, അതുവരെ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഉടനെ ശരിയാക്കും, ഒരാഴ്ച കൊണ്ട് സമയം മതി, ഒരാഴ്ച തുറക്കും, ഒരാഴ്ച കൊണ്ട് പണി വയ്ക്കുന്നു. അങ്ങനെ അവർ തുറന്നിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടും വന്നില്ല. പിന്നെ അത്രയും മഴ കൂടിയപ്പോൾ പിന്നെ വെള്ളമൊന്നും വേണ്ടിയിട്ട് അവർ പോയി. പിന്നെ 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ശരിയാക്കിയത്. ഇത് ശരിയാക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചോ സമാനം കഴിഞ്ഞപ്പോൾ തുറക്കാലോ എന്ന് വെച്ചു. അപ്പോൾ ഈ കടക്കാരൊക്കെ പോയി, ഞങ്ങൾക്ക് തുറക്കാലോ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ മുഴുവൻ താത്തി കനാല് പോലെയാക്കി. ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഇങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല, ഒരു വണ്ടി നിർത്തില്ല. എല്ലാ കച്ചവടം എല്ലാം പോയി, ആകെ നശിച്ചു. ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അത് ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് ഇപ്പോൾ അവിടെ കുടിശ്ശിക വന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായിരിക്കണം സുഖമില്ലാണ്ടാവും. വേറെ ഒരു വരുമാനമില്ല. ഞാൻ കാര്യം മക്കളോട് പരിക്കെന്താണ് അസുഖം? മറ്റു ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ കാലിൽ ഇപ്പോൾ നീരും അതിൻ്റെ റിയാക്ഷനൊക്കെയാണ്. നടക്കാൻ പറ്റില്ല. ചികിത്സയിലാണ് ഇപ്പോൾ. ഇത് അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് മാത്രം ഉണ്ടായ ഒരു പ്രശ്നം. ഒരു മനഃപൂർവ്വം ഞങ്ങളെ ദ്രോഹിക്കാനുള്ള ഒരു രീതിയാണ് അവർ ചെയ്തത്. കാരണം ഇവിടെ സാധനം ഇത് മാർക്കം കൊണ്ടിട്ടിട്ട്, ഇവിടെ എല്ലാ സാധനം കൊണ്ടിട്ടിട്ട് അവർ
ഇവിടെ കുറച്ച് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പണ്ട് അത്ര അകല അവിടെ ഒരു കടയില്ല ഒന്നുമില്ല അറ്റത്ത് വീടുകളൊന്നുമില്ല അവിടെ പോയി പണ്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പണ്ട് കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ എത്ര സമയം പോയി എന്ന് പറയും വെറുതെ ഞങ്ങളുടെ കച്ചവടത്തോടുകൂടി എല്ലാം വെച്ചു ഇത് കഴിഞ്ഞിട്ട് ഇത് കയറിയപ്പോൾ അവർ പറഞ്ഞു 1 മാസം കൊണ്ട് ശരിയാക്കുന്നില്ല അപ്പോൾ എത്ര മാസം 6 മാസം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങി ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനവും നഷ്ടപ്പെട്ടു കടക്കാരിന് പോലും അറിയില്ല ഇവിടെ ഇങ്ങനെ ഇട്ടിരുന്നു എല്ലാ കടക്കാരും വരുന്നത് അവർക്ക് അഡ്വാൻസ് ഒന്ന് കാശ് കൊടുക്കുന്നാലും ഞങ്ങൾക്ക് പറ്റാണ്ടായി. കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ട് 70,000 രൂപ സൊസൈറ്റി കൊണ്ട് അടച്ചു. അവിടെ ഉണ്ട് 10 ലക്ഷം രൂപയുണ്ട്. ചീനിക്കമ്പലത്തിൽ നിന്ന് 10 ലക്ഷം വെച്ചിട്ടുണ്ട്. 20 ലക്ഷം. അപ്പം ഞങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് ഒരു നിവൃത്തില്ല. സ്ഥലം വെക്കാന്ന് വെച്ചപ്പോൾ വെക്കാനായിട്ട് ആരും ഈ റോഡ് ഇങ്ങനെ ഇപ്പോൾ ഇതും കൂടി പറഞ്ഞു കൊണ്ട് ഇപ്പോൾ ആരും മേടിക്കുന്നില്ല. അപ്പോൾ സ്ഥലം വിറ്റ് വിൽക്കാണ്ട് ഞങ്ങൾക്ക് കടം വീട്ടാൻ പറ്റില്ല. ഈ കച്ചവടം നടത്തി ഇവിടെ ഒന്നും ചെയ്യാൻ കൊണ്ട് കഴിയില്ല. എല്ലാം നശിച്ചു. എന്താ പറയുക നമ്മുടെ ഒരു കാലഘട്ടം. ഇതാണ് നമ്മുടെ രാജീവേട്ടൻ നടത്തുന്ന മാസ്റ്റർ പ്രസ്. ആളുടെ വീട് ഇതിനോട് ചേർന്നാണ്. ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗത്തേക്ക് നിങ്ങൾ നോക്കി റോഡും ആ ഭിത്തിയും തമ്മിൽ ആ കനാലിൻ്റെ ഭിത്തിയും തമ്മിൽ എത്ര അടി വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നത് ഒരാൾക്ക് ഇന്ത്യൻ ഭരണഘടനയിലുള്ള സംഭവമല്ല ഈ ഗതാഗത സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, സഞ്ചരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം വരെ കെട്ടിയടച്ച മൂടിൽ എത്ര നാളായി 3 മാസത്തോളം ഈ പരിപാടിയാണ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇവരൊക്കെ ജീവിക്കുന്ന ആളുകളല്ലേ. എന്തെല്ലാം ആവശ്യങ്ങൾ വരും. ഏറ്റവും ആവശ്യം വരുന്ന ഒരു ഹോസ്പിറ്റൽ സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ദുരിതമാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ഇത് നോക്കിയേ, ഒരു വീടിൻ്റെ മുൻവശത്ത് കാണിച്ചു വെച്ചേക്കുന്നതാണ്. എന്ത് ശാസ്ത്രീയമായ വശം നോക്കിയിട്ടാണ് ഇവർ ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ. ഇദ്ദേഹവും ഒരു സ്ഥാപനം നടത്തുന്ന മാസ്റ്റർ പ്രസ് ഈ പരിപാടി ഇങ്ങനെ കാണിച്ചിട്ടോടുകൂടിയില്ലേ അവിടെ വരുമാനവും ജീവിതവും അത് ആളോട് തന്നെ ചോദിച്ചറിയാം. ആളത് ചോദിക്കുകയും ചെയ്തു ഈ NHയുടെ ഉദ്യോഗസ്ഥരുടെ അടുത്ത്. എൻ്റെ വീട് 3 മാസമായിട്ട് പൂട്ടി കിടക്കുന്ന സംഭവമാണ്, നിങ്ങൾ എന്ത് ചെയ്തു? ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. ഈ ജാതി പരിപാടികൾ ഈ പൊക്കിരിക്കുന്ന സ്ഥലത്ത് പാടത്ത് വീഴണ പോലെ അവിടെ ഇവിടെയൊക്കെ മാന്തി കളിച്ച് ഇത് കാണിച്ചിട്ടേക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഏറ്റവും വലിയ കോമഡി ഇപ്പൊ നമുക്ക് ഈ കാന കാണിച്ചു തരാം. ഇപ്പൊ ഈ പോണ കാനയുണ്ടല്ലോ, ഈ കാനേക്കോടെ ഒഴുകണ വെള്ളം എവിടേക്കാണ് ഇതിന്റെ എൻട്രി? ഇത് ചോദിച്ചതാണെന്ന്. ഇത് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോ ആവോ. അപ്പൊ എന്ത് പറ്റും? അപ്പൊ ഞങ്ങളുടെ പഞ്ചായത്ത് മേലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ PR ബിപിൻ രാജ് അപ്പൊ ആ സമയത്ത് ചോദിച്ചൊരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ ഇത് ഈ കാന ഇനി പൊളിക്കോ? 1 മാസം കൊണ്ട് ഉണ്ടാക്കിയ സംഭവം ഈ പൊളിക്കാനാണോ പരിപാടി? ഇതിപ്പോ ആ കാനാണ് കിടക്കണതേ. വളരെ കഷ്ടമാണ് കാര്യങ്ങൾ. കാരണം ശരാശരി 3 ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒരു പണി 45 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് കാണുന്ന 45 ദിവസം കഴിഞ്ഞു ഈ പണി. റോഡ് 4 അടിയോളം എൻ്റെ വീടിൻ്റെ മുൻവശം കുഴിച്ചിട്ട് ഒരു വാഹനമോ, ഞാനൊരു സ്ഥാപനം നടത്തുന്ന 7-8 പണിക്കാരുണ്ട്, 7-8 കുടുംബങ്ങൾ ജീവിക്കേണ്ട പല ദിവസങ്ങളിൽ അടച്ചിടേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതുപോലെ 30 പണിക്കാരുടെ സ്ഥാപനത്തിന് മുൻപിൽ കൊരട്ടിയിൽ കുഴിച്ചു പോയതിനു ശേഷം അവിടെ ഒന്നും ചെയ്തിട്ടില്ല. 3 ദിവസം കൊണ്ട് തീർക്കാവുന്ന പണിയാണ് ഇവർ 40 ദിവസം 50 ദിവസം 3 മാസമായിട്ട് തൊടാതെ വച്ചിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടൊരു ഒരു വ്യവസ്ഥയിലല്ല പണികളൊന്നും നടക്കുന്നത്. കോൺട്രാക്ടർക്കാണെങ്കിൽ വേണ്ടത്ര എക്യുപ്മെൻറ്റ്സ് ഇല്ല. അതിന് അവരുടെ സാങ്കേതിക കാര്യങ്ങളുണ്ട്. അവർ കൊണ്ടുപോകുന്ന പല മെഷീനറികൾക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതില്ലെങ്കിൽ ആ പണി വന്നതിന് ശേഷം മാത്രം ചെയ്യുക. ഞങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതം തന്നെ നശിച്ചു പോവുക. ഒരു സ്ഥാപനം 30 ദിവസം അടച്ചിട്ടാൽ, അല്ലെങ്കിൽ 10-20 പണിക്കാരുടെ സ്ഥാപനത്തിൽ മറ്റുള്ള സ്ഥലത്ത് 30 ദിവസം അടച്ചിട്ടാൽ പിന്നെ അവന് ഒരിക്കലും തിരിച്ചു വരൽ വലിയൊരു കാര്യമാണ്. ഒരു 2-3 വർഷം അധ്വാനിച്ചാൽ മാത്രമേ തിരിച്ചു വരാൻ സാധിക്കുള്ളൂ. ഒരു യാത്ര ഒരിക്കലും ഒരു നാഷണൽ ഹൈവേയുടെ ഒരു പണിയെ ഞങ്ങൾ എതിർക്കുകയല്ല. പക്ഷേ പണി നടത്തുന്ന സമയത്ത് ഞങ്ങൾ സാധാരണക്കാരൻ്റെ മിനിമം വഴി നടക്കാനുള്ള, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് കയറി പോകാനുള്ള അവകാശം അത് എവിടെ ചെന്നാലും എനിക്ക് ആ റൈറ്റ് ഉള്ളതാണ്. അത് നിലനിർത്തിക്കൊണ്ട് വേണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഒരു വ്യത്യാസം കാണുന്നത് ഈ അടുത്ത ദിവസം വരെ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടില്ല. ഇത് പണ്ടുള്ള കാലഘട്ടത്തിലുള്ള ഒരു ചെറിയ വിഷയത്തിൻ്റെ ഒപ്പം ആരെങ്കിലും ജനപ്രതിനിധിയോ മറ്റാരെങ്കിലുമോ സജീവമായിട്ട് രംഗത്തിറങ്ങി എവിടെയെങ്കിലും ഒരു പരിഹാരം കാണാനുള്ള ശ്രമം നടക്കുമായിരുന്നു. ഇപ്പോൾ അതില്ല. എവിടെയൊക്കെയോ സമരത്തിൻ്റെ ആവേശവും വീര്യവും ആളുകളിൽ നിന്ന് കുറഞ്ഞു പോയതാണോ എന്നോ അറിയില്ല. ഒരു സമരം പോലും ഈ അടുത്ത ദിവസങ്ങളാണ് മുരിങ്ങൂർ ജംഗ്ഷനിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ, തുടർന്ന് പഞ്ചായത്തും മറ്റുള്ള ആളുകളും മെമ്പർമാരും എല്ലാം ചേർന്നിട്ട് ഒരു അല്പമെങ്കിലും ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിച്ചു. അതിൻ്റെ ചില സൂചനകൾ നമുക്ക് കാണുവാൻ സാധിച്ചു. ഈ 2 ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അവർ മെഷീനറികൾ കൊണ്ടുവന്ന് പരമാവധി വേഗത്തിൽ പണി തീർക്കാൻ നോക്കുന്നുണ്ട്. എന്നിരുന്നാൽ നമ്മളിവിടെ നിരവധി പ്രശ്നങ്ങളാണ്. ഈ റോഡിൽ ഇപ്പോഴും ഇത് പൂർത്തിയായാലും അപകട സാധ്യത വലുതാണ്. ഒരു പക്ഷേ വേണ്ട രൂപത്തിൽ അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ഓരോ ദിവസവും മുൻപുണ്ടായിരുന്നു ഒരു ചെറിയ ക്രോസിംഗ് വരുന്ന സമയത്ത് ആഴ്ചയിൽ ഒരാൾ വെച്ച് അപകടത്തിൽപ്പെടുകയും ചിലർ മരിക്കുകയും ചെയ്തിട്ടുള്ള അവസ്ഥ. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ഈ കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
ഇവിടെ നമുക്ക് ഏറെ ദുരന്തങ്ങൾ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഏറെ ദുരന്തങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും. പഞ്ചായത്തിന് പോലും എങ്ങനെയാണ് ഈ പണി നടക്കുന്നത്, ഒരു വ്യക്തമായിട്ടുള്ള DPR അത് ഇതുവരെ പഞ്ചായത്തിന് പോലും ലഭിച്ചിട്ടില്ല. ഈ എങ്ങനെ പണി നടത്തുന്നത് എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രം അറിയാം. ദുരന്തം ഏറ്റുവാങ്ങാൻ എന്ന് ഞങ്ങളെപ്പോലുള്ള സാധാരണ കച്ചവടക്കാർ ബാക്കിയാണല്ലോ. എന്താണ് ഞങ്ങൾക്കറിയില്ല കൂടുതലൊന്നും എന്താണ് ചെയ്യേണ്ടതെന്ന്. മറ്റൊരു കാര്യം രാജുവേട്ട, ഈ മുന്നിലൂടെ പോകുന്ന ഒരു കാന, ഈ കാന അന്ന് പ്രധാനമായിട്ട് രാജുവേട്ട ഉൾപ്പെടെയുള്ള ആൾ ചോദിച്ചൊരു ചോദ്യം, ഈ കാനയിലെ വെള്ളം എങ്ങോട്ട് ആണ് പോകുന്നത്? അതിന് അവർക്ക് ഉത്തരമില്ല. ഈ കാന നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതെന്താണ് ഈ കാനയിലെ, ഇത് കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഇല്ലേ? ഏറ്റവും അവസാനം ലഭിച്ച വാർത്ത അനുസരിച്ച് അതായത് 1 മാസം മുമ്പ് പണി പൂർത്തിയാക്കിയ ഏതാണ്ട് അവിടം വരെ എത്തിയ കാന അടുത്ത ദിവസം പൊളിക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു രൂപം എന്ത് ചെയ്യണം, അവിടുത്തെ പഞ്ചായത്തുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആലോചിച്ചിട്ട് എങ്ങനെയാണ് ഈ പണി ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ വലിയൊരു ദുരന്തം ബാക്കി നിൽക്കുക. ഇവിടുത്തെ കാനയിലെ വെള്ളം മുഴുവൻ ഈ 1 കിലോമീറ്റർ ദൂരത്ത് മുഴുവൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഈ കണക്കിന് ഈ പണിത് തീർത്തുള്ള സ്ലാബിന്റെ എല്ലാം മുകളിൽ 1 അടി അല്ലെങ്കിൽ 3 അടി ഗ്യാപ്പിൽ വെച്ച ഓരോ ചെറിയ തുള, 1 ഇഞ്ചിന്റെ തുള ഒടിച്ച് അതിൽ കൂടെ വെള്ളം പോകും. നോർത്ത് ഇന്ത്യൻ കണക്ക് ഇങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ഇവിടെ 1 മണിക്കൂറിൽ പെയ്യുന്ന മഴ അതൊന്നും അവർ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വലിയൊരു ദുരന്തം ബാക്കി നിൽക്കുക. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഞാൻ ഇപ്പോഴേ തുടങ്ങി. കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ പോകുന്നത് നമ്മുടെ സ്ഥാപനമാണ്. ഞാൻ ഇപ്പോഴേ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും മറ്റുള്ള കാര്യങ്ങൾ തുടങ്ങി. ദുരന്തമായിരിക്കും. മഴ പെയ്താൽ ഈ അടുത്തുള്ള പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിലെല്ലാം വെള്ളം കയറും എന്നൊരു 100% ഉറപ്പ്. ദുരന്തം വരെ കാത്തിരിക്കേണ്ടി വരും. പതിവ് പോലെ എല്ലാ സ്ഥലത്തും ദുരന്തം വരെ കാത്തിരിക്കാന്നുള്ള പറയാം. ഇവിടെ അതിനെല്ലാം സാഹചര്യം ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജുവേട്ടൻ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ ചിന്തിക്കുന്നത്. അതായത് ദുരന്തം വരെ കാത്തിരിക്കാനായിട്ടുള്ള ഒരു സഹനശക്തിയിലാണ് അത് മുന്നേ ആർജിച്ച് തുടങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ ആളുകൾ. ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അതിനുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി ഇവിടെയുള്ള ആളുകൾ, രാജീവേട്ടനെ പോലെ ഇവിടെയുള്ള ആളുകൾ വല്ല വഞ്ചിയോ ബോട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും. ഈ പറയുന്ന സ്ലാബുമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ ഓരോ ചെറിയ സുഷിരങ്ങൾ അതെന്തിനാണോ, അത് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും ഒഴുകണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് അറിയില്ല. ഭയങ്കര കോമഡിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായിരുന്നാലും ആളുകൾ വിഷമിക്കുക, ദുഃഖിക്കുക, ബുദ്ധിമുട്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ, ഇവിടുത്തെ ജനപ്രതിനിധികൾ കുറച്ച് നാളുകൾക്ക് മുൻപേ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണരേണ്ടതായിരുന്നു. ഇപ്പോൾ ഈ കാണിച്ച ആവേശവും സംഗതികളൊക്കെ തുടക്കം മുതലേ ഇവരെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ കൃത്യമായി ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ ജനപ്രതിനിധികളും പറഞ്ഞ ഇതിന് നിന്നേനെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുമായിരുന്നു. അത് ആദ്യമേ ശ്രമിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഉണർത്തിക്കാനുണ്ട്. ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഒരു 2 മാസത്തെ അധികമായി ഇത് തുടങ്ങി വെച്ചിട്ട് കാനപണിയും 1 ആഴ്ചക്കകത്ത് അല്ലെങ്കിൽ 2 ആഴ്ചക്കകത്ത് കാനപണി പൂർത്തീകരിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ തുടങ്ങിയത്. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടും കാനയുടെ പണി പകുതി പോലും ആയിട്ടില്ല. ഇപ്പം ഈ കടകളിലുള്ള കടകൾ പൂട്ടിപ്പോകേണ്ട അവസ്ഥയിലേക്കാണ്. നമ്മൾ നിരവധി വാടക കൊടുത്ത് കൊണ്ടാണ് ഈ കടകളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിലേക്ക് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിന് മുന്നിൽ ഇങ്ങനെ കുഴിച്ചിട്ട് 2 മാസം മേശ കസേര അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങൾ കയറ്റി പോകാനുള്ള ആളുകളൊന്നും തന്നെ വരാത്ത അവസ്ഥയിലേക്കാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ 2 മാസമായിട്ട് ഒരു കടകളിൽ പോലും ആളുകളില്ല, കച്ചവടം ഇല്ല എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കണമെന്നാണ് ഇവിടുത്തെ വ്യാപാരികളായി ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. അതിന് വേണ്ടുന്ന നടപടികൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പഞ്ചായത്ത് അധികൃതർ ഇതുമായി സംബന്ധിച്ചുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, അവരെ NH അധികാരികളോട് പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായൊരു ക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ. നമുക്കറിയാം, ഇവിടെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ പണികൾ പൂർത്തീകരിക്കണമെങ്കിൽ താൽക്കാലികമായിട്ട് ആ ബസ് സ്റ്റോപ്പ് പൊളിക്കാതിരുന്ന ആളുകൾക്ക് വെയിൽ കൊള്ളാതെയും മഴ കൊള്ളാതെയും ബസ് കാത്ത് നിൽക്കാമായിരുന്നു. അതുപോലും പൊളിച്ചു കളഞ്ഞെങ്കിലും പക്ഷേ അതിന് പ്രവർത്തനങ്ങൾ പിന്നീട് ആ വേഗത, പൊളിക്കാനുണ്ടായിരുന്ന വേഗതയാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതനുസരിച്ചുള്ള കാന പണിയുന്നതിനോ മറ്റ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുള്ള യാതൊരു വേഗതയുമില്ല. ജനങ്ങൾ നിൽക്കുന്നത് റോഡിൻ്റെ സൈഡിൽ തന്നെ നിന്ന് എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. എൻ്റെ പേര് പോൾ മാമ്പിള്ളി. ഞാൻ മുരുങ്ങൂരുള്ള സണ്ണി ഡോൺ എന്ന സ്ഥാപനത്തിൽ ഒരു 7 വർഷമായിട്ട് തുടർച്ചയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ സണ്ണി വർഗീസ് എന്ന് പറയുന്ന ആളാണ്. ഇപ്പോൾ ഏതാണ്ട് ഈ റോഡിൻ്റെ പണി തുടങ്ങിയതിന് ശേഷം 2 മാസങ്ങളായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റോട്ടിൽ യാതൊരു കസ്റ്റമേഴ്സും ഞങ്ങളുടെ കടയിൽ വരുന്നില്ല. റോട്ടിലാണെങ്കിൽ വണ്ടികൾക്ക് വരാനുള്ള സൗകര്യം ഒന്നും തന്നെയില്ല. മാത്രമല്ല സദാ നേരം പൊടിപടലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ വന്നു പോകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ യാതൊരു കസ്റ്റമേഴ്സും നാളിതുവരെ 2 മാസത്തിനിടയ്ക്ക് ഒരിക്കലും വന്നിട്ടില്ല. പിന്നെ കട അടച്ചു വെക്കണമല്ലോ എന്ന് കരുതി മാത്രം തുറന്നു വെക്കുന്നതാണ്. എൻ്റെ പേര് ബിജു. എൻ്റെ സ്ഥാപനം കാണുന്ന അബ്ബ ഹ്യൂസ് ടൈലേഴ്സും അബ്ബ ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ ഇപ്പുറത്തെ 5 അത് അടച്ചിട്ടേക്കാം. മുകളിലാണ്, പിന്നെ മുകളിൽ തന്നെയാണ് അടച്ചിട്ടേക്കാം. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ റോഡിന്റെ പ്രശ്നം തന്നെ. ഇത് എത്ര കാലമായി തുടങ്ങിയിട്ടുണ്ട്, എന്നാ അവസാനിക്കാതെ ഒന്നും ഞങ്ങൾക്ക് പിടിയില്ല.
കട അടച്ചിട്ട് ഈ കോവിഡ് കാലത്ത് ഇത്ര ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ 10 ഇരട്ടി ബുദ്ധിമുട്ട്. കട അടച്ചിട്ട് പൊടിയും, എൻ്റെ തുണിക്കടയാണ്, റെഡിമെയ്ഡ് ഷോപ്പാണ്. അപ്പോൾ അതിൽ ഈ പൊടി നന്നായിട്ട് കയറും. ഇപ്പോൾ ഷട്ടർ അടച്ചിട്ടാൽ തന്നെ അടിയിൽ നിന്ന് പൊടി കയറും. പക്ഷെ ഇത് എന്തെങ്കിലും ഒരു ദിവസം അവസാനിപ്പിച്ചാൽ നമുക്ക് എന്ന് അവസാനിക്കണം എന്നൊരു പിടി മനസ്സിലാവണില്ല. ഇതൊന്ന് എന്തെങ്കിലും ഒരു അന്തില്ലേ എന്തെല്ലാത്തിനും. ഇത് അന്തില്ലാണ്ട് പോണ ഒരു കാര്യമാണ്. ഇത് ഏകദേശം എത്ര മാസമായിട്ട് ഇപ്പൊ 2 മാസത്തോളമായി. ഓണം കഴിഞ്ഞോടുകൂടി തുടങ്ങിയതാ. ഓണത്തിന്റെയും ക്രിസ്മസിന്റെ ഒക്കെ സ്റ്റോക്ക് വന്ന് എന്റെ കടയിലിരിക്കുക. ഇതൊന്നും അനക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നോണ്ടിരിക്കണേ. ആരോട് പറയാൻ ഒരാളും ഇല്ല, പറയാനായിട്ട് ചോദിക്കാൻ ഒന്നുമില്ല. ഒരു ചേട്ടൻ അവിടെ ഇങ്ങനെ കുഴിയിലിറങ്ങി ഇരുന്നിട്ട് കുറെ വയറൊക്കെ പിടിച്ച് പൊക്കയും താഴ്ത്തിക്കണേ. വേറൊരു ചേട്ടൻ തൊട്ടടുത്ത് നിൽക്കണണ്ട. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കണം എന്തിനാണെന്നറിയാം, ഇത് BSNL വർക്കേഴ്സാണിത്. ഇത് ഭയങ്കര കോമഡിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിക്കോടൊക്കെ കേബിൾ പോകണമെന്നാണ്. ഈ കേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കേബിളല്ല, ദേശീയ പ്രാധാന്യമുള്ള ഒപ്റ്റിക്കൽ കേബിൾസ് പോകണമെന്നാണത്. ഇത് ഇടയ്ക്കിടയ്ക്ക് മാന്തും പൊട്ടിക്കും. എന്താ പറയുക, ഇതൊക്കെ ചെയ്യാൻ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അതോറിറ്റിയോട് ചോദിക്കണം. ഈ NHAR ചെയ്ത വേറൊരു തമാശയാണ്. ഇത് ഓൾറെഡി സാധനം കുഴിയെ കുത്തി നേരെ ആദ്യം ഉണ്ടാക്കി വെച്ചാണ്. ഇന്നലെ വന്ന് ഒരു മാന്ത്. അപ്പം എന്ത് പറ്റി, ആ കേബിളൊക്കെ പൊട്ടി. ഇത് വീണ്ടും അവിടെ നിന്ന് അങ്ങേ ഫ്രണ്ടിൽ നിന്ന് തൊട്ട് ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് തൊട്ട് വീണ്ടും കുഴി ഉണ്ടാക്കി ഈ കേബിൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര കോമഡികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും വലിയൊരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, എൻ്റെ ഈ പിറകിലൊരു സാധനം ഉണ്ടാക്കിയാനുണ്ടാ, ഒരു നെടുനീളൻ കോൺക്രീറ്റ് ഇട്ട്. ഇത് കാനയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പലപ്പോഴും ഇവിടെ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കണമെന്നുണ്ടെന്നറിയാം, ഇതിൻ്റെ നിർമ്മിതിയും ഇതിൻ്റെ പരിപാടിയെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കണത്, ഇതിൽ കൂടെ വെള്ളം കടക്കരുത്, ഒരു തുള്ളി വെള്ളം പോലെ ഇതിൽ കൂടെ കടക്കരുത്. അങ്ങനെയാണ് ഈ കാന ഉണ്ടാക്കി വെച്ചേക്കണത്. വെള്ളം ഇതിൽ കൂടെ പോകാനുള്ളതല്ലേ. വെള്ളം എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകണു ഒരു പിടിപാടുമില്ല. എന്തായിരുന്നാലും ഇത് കോമഡിയാണ്. ഈ നമ്മുടെ ചാലക്കുടി പാലം കഴിഞ്ഞ് നല്ലൊരു കോമഡി ഉത്സവത്തിനുള്ള ഒരു സാധ്യതകളുണ്ട് ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ. എന്ത് ചെയ്യാം. എൻ്റെ പേര് ജോമോൻ ചാഫള. ഞാൻ ചാഫള മേരീസ് ഡെക്കറേഷൻ എന്നൊരു ഓട്ട് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുക. ഈ സർവീസ് കൊണ്ട് പണി കഴിയാത്ത കാരണം വലിയ വണ്ടികൾക്കൊന്നും കമ്പനിക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ സർവീസിൽ അവർ പൊളിച്ചിട്ടിട്ട് പിന്നെ ആ പണി തീർക്കുന്നില്ല. ആ തീർത്തിട്ട് വേറൊരു പണി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ എത്ര നാളായി? ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ പൊളിച്ചിട്ട് ഇപ്പൊ 3 മാസമായി. 3 മാസത്തോളമായി ബുദ്ധിമുട്ട്. ഇത് എവിടെ നിന്നൊക്കെയാ ലോഡുകൾ വരുന്നത്? വലിയ അകലങ്ങളിൽ നിന്ന് വരുന്നത്? ബാംഗ്ലൂരിൽ നിന്നൊക്കെ മണ്ണ് വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വലിയ ടോറസിലാണ് വരുന്നത്. ആ വണ്ടികൾ കമ്പനിയിലേക്ക് തിരിഞ്ഞു കിട്ടാൻ ഈ സർവീസ് റോഡ് ശരിയല്ലെങ്കിൽ എളുപ്പമല്ല തിരിഞ്ഞു കിട്ടാൻ. ഈ 2 മാസമായിട്ട് മണ്ണ് വരുന്നില്ല. ഈ വഴിയുടെ പ്രോബ്ലം ഉള്ള കാരണം ബാധിച്ചിട്ടുണ്ട്. പിന്നെ വിറക് വണ്ടി വലിയ വണ്ടികൾക്ക് വരാൻ പറ്റില്ല, ചെറിയ ലോഡിക്കേ വരാൻ പറ്റുന്നുള്ളൂ. ഈ സർവീസ് റോഡ് പണി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹൈവേ അടച്ചാലും നമുക്ക് പ്രോബ്ലം ഇല്ല. ക്ലേ ഹൗസിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഡിവൈൻ്റെ അവിടേക്കൊക്കെ പോകുമ്പോൾ വർക്ക്ഷോപ്പ് ജംഗ്ഷനിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. കാനയും ഇതൊക്കെയും. ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ കാനയിൽ നിന്ന് വെള്ളം എവിടേക്ക് പോകും, എങ്ങോട്ടാണ് ഇതിൻ്റെ എൻട്രി, ഒരു പിടിപാടും ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഭരണകർത്താക്കൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചതാണ്. ഒരു പിടിയില്ലാണ്ട് ഇങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ക്ലേ ഹൗസ് കഴിഞ്ഞുള്ള റോഡിൽ കൂടെ പോകുന്ന സമയത്ത് വെമ്പിലാൻ വർഗീസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ, അത് വയ്യാണ്ട് കിടക്കാണ്, പലചരക്കടയായിരുന്നു. ഞാൻ ഇപ്പം കാണിച്ചു തന്ന ഈ മോഡൽ നിർമ്മാണ പ്രവർത്തനം കാരണമുണ്ട് പരിപാടി ഏകദേശം ആപ്പീസ് പൊട്ടിവാരിയിരിക്കുന്നുണ്ട്. വളരെ ശോചനീയമായ സ്ഥിതിയിലാണ് പോകുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വികസനം വരണം. പക്ഷെ അത് എവിടെയാണ് ഈ വികസനം വരണമെന്നുള്ളത് നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവണല്ലേ. റോഡുകൾ ഉണ്ടാകട്ടെ, ദേശീയപാതയ്ക്ക് വികസനം ഉണ്ടാകട്ടെ, നാട് നന്നാവട്ടെ. പക്ഷേ ഇവിടെ സാധാരണക്കാരായ ജീവിതങ്ങളുണ്ട്. ആ ജീവിത മുന്നേറ്റത്തിനും കൂടി അത് ഇടവരുത്തണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു നിർമ്മാണം ആരംഭിക്കുമ്പോൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ, BA എക്കണോമിക്സ് കഴിഞ്ഞ് BTechന് പോയ ആൾക്കാരല്ലല്ലോ. തീർച്ചയായിട്ടും ഇതിൻ്റെ ഘടനാരൂപങ്ങളെ പറ്റിയും എങ്ങനെ റോഡ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റിയൊക്കെ ധാരണയുള്ളവരാണ്. പക്ഷെ അത്യാവശ്യം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നൽകിയ ഉറപ്പെങ്കിലും പാലിക്കപ്പെടണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒപ്പം ഇതുപോലെ കോടി വെച്ച് കയറി സ്വന്തം വീട്ടിലേക്കും സ്വന്തം കടയിലേക്കും കയറി പോകേണ്ട അവസ്ഥ രാജീവ് ഉപ്പത്തിനെ പോലുള്ളവർ വഞ്ചിയും ബോട്ടും ഇപ്പോൾ കരുതി വെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് ഇവിടുത്തെ നാട്ടുകാരെ എത്തിച്ചത് ആരാണ്? ഉത്തരവാദിത്തം പറയേണ്ടത് ആരാണ്? ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും ഭരണകർത്താക്കൾക്കും ഇതിലൊരു ഇടപെടൽ മുന്നേ നടത്തേണ്ടതിൻ്റെ ഒരു ചുമതല ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കണ്ണു തുറന്നു കഴിഞ്ഞു. ദേശീയപാത അധികൃതർ ഇവിടുത്തെ കച്ചവടക്കാരെയും സാധാരണക്കാരായ ആളുകളെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ റോഡ് വികസനത്തിന് ഒരു എതിരുമല്ല. ഈ റോഡ് ഉണ്ടാകട്ടെ, ഹൈവേ വികസനം ഉണ്ടാകട്ടെ, പക്ഷേ ആളുകളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രം പറയുന്നു.